1995-നും 2014-നും ഇടയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളും യുവതികളും ഉൾപ്പെടെ 100ഓളം പേർ കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തലാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. 10 വർഷത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരിൽ പലരും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഥയായി തോന്നാം. എന്നാൽ 100ഓളം മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് മുൻ ശുചീകരണ തൊഴിലാളിയാണ്. കുറ്റബോധം സഹിക്കാൻ കഴിയാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. കേസിൽ ഇനി നിർണായകമാവുക കോടതിയുടെ തീരുമാനമാണ്. സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കണോ എന്നതിൽ കോടതി തീരുമാനമെടുക്കും. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ ബെൽത്തങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, 2 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവം, അതായത് 10 വർഷത്തിനിടെ 100ഓളം പെൺകുട്ടികളും യുവതികളും അടങ്ങുന്ന 100ഓളം പേർ കൊല്ലപ്പെട്ടു. അതിലെല്ലാവരും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പറയുന്നു. ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ബെൽത്തങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല, അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതാരൊക്കെ മരിച്ചു, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, എവിടെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത്, ഇക്കാര്യങ്ങൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് ഇനി കോടതിയുടെ തീരുമാനത്തിൽ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും ടോമെ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥലയിൽ നിന്നും വരുന്നത്. ഈ കേസിൽ ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ കോടതി, ബെൽത്തങ്ങാടി കോടതി, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കോടതിയുടെ ആ ഒരു ഇടപെടൽ അത് വളരെ നിർണായകമാകും. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നും അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഈ കേസിലേക്ക് വന്നാൽ, ഈ ശുചീകരണ തൊഴിലാളിയായ ആൾ ഈ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരികയായിരുന്നു. അതായത് ഇയാൾ പറയുന്നത് 100-ലധികം പേരെ, അതായത് യുവതികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, വളരെ ക്രൂരമായി കൊലപാതകം നടത്തിയതിന് ശേഷം മൃതദേഹം കുഴിച്ചിടാൻ നിയോഗിക്കപ്പെട്ട ഒരു ശുചീകരണ തൊഴിലാളിയാണ്. കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇയാളുടെ ജീവന് വലിയ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല. ഇയാൾ ഇപ്പോഴും ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ, അതായത് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അവരുടെ കീഴിലുള്ള സുരക്ഷിത കേന്ദ്രത്തിൽ ഇപ്പോഴും കഴിയുകയാണ്. ഇന്നത്തെ കോടതി വിധി ഇത് സംബന്ധിച്ച് നിർണായകമാകും ടോമെ. എന്തായാലും 2012 സൗജന്യ എന്ന് പറയുന്ന +1 വിദ്യാർത്ഥി, ഈ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണമാണ് ഇതിലെല്ലാം വഴിവെച്ചതും ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് കാര്യങ്ങളെത്തിയതും. ഈ +1 വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ തന്നെ മലമുകളിൽ താമസിക്കുന്ന ഒരു മാനസിക വൈകല്യമുള്ള ഒരാളുടെ പേരിൽ ഈ കേസ് ചുമത്തുകയും അയാൾ ഇതിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇത് ആക്ഷൻ കമ്മിറ്റിക്ക് വലിയ തോതിൽ സംശയം തോന്നിയതിനു ശേഷമാണ് പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഏതായാലും അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരം: 100ഓളം യുവതികളും യുവാക്കളും ഒക്കെ കൊല്ലപ്പെട്ടു, അതിക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭൂമിക്കായി പല ആളുകളെയും കൊലപ്പെടുത്തി എന്നതാണ്. മറ്റൊന്ന്, ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നതാണ്. അത് വിദ്യാർത്ഥികളുണ്ട്, യുവതികളുണ്ട്, പ്രായമായവരുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്, ഇതിൽ മലയാളിയും ഉണ്ട് എന്നതാണ്. അതായത് മലയാളികൾ ഉൾപ്പെടെ 100-ലധികം പേർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ, എവിടെയൊക്കെയാണോ ഇത് കുഴിച്ചിട്ടത് ആ ഭാഗങ്ങൾ, അവിടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് കോടതിയിൽ നിന്നുമുള്ള ഒരു നിർദ്ദേശം അത് വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അത്തരം വിവരങ്ങളിലേക്ക് വരും. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 95 മുതൽ ഇത്തരത്തിൽ 2014 വരെയുള്ള കാലയളവിലാണ്, അതായത് 10 വർഷത്തോളം ഉള്ള കാലയളവിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നത്. ഈ സൂപ്പർവൈസർമാരാണ്, ഈ അമ്പലത്തിനും പരിസരത്തുള്ള സൂപ്പർവൈസർമാരാണ് ഇത്തരത്തിലുള്ള ഈ ആളുകൾ കൊല്ലപ്പെട്ടാൽ ഈ ശുചീകരണ തൊഴിലാളിയോട് ഇത്തരത്തിൽ ഇത് കുഴിച്ചിടാൻ നിർദ്ദേശിച്ചത്. ഇയാൾ ആദ്യം ഇത് ഇത്തരത്തിൽ കുഴിച്ചിടാൻ ഇയാൾ വിസമ്മതിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് ഇയാൾക്ക് ഇതിന് വഴങ്ങേണ്ടി വന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത്. അതിനുശേഷം ഇയാൾ കുടുംബത്തിൽ തന്നെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇയാൾ ഇവിടെ നിന്നും ഒളിവിലേക്ക് പോകുന്നത്, മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോകുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ ഇയാൾ രംഗത്ത് വരും. ഇയാളുടെ വെളിപ്പെടുത്തൽ അത് ഒരു അവിശ്വസനീയമായ കഥയായി തോന്നാം. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൂടരഞ്ഞിയിൽ
ഒരു 14-ാം വയസ്സിൽ, അതായത് 39 വർഷം മുൻപ് താൻ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി രംഗത്തെത്തുന്നു. പിന്നീട് അയാളുടെ സഹോദരൻ പറയുന്നു ഇയാൾക്ക് ചില മാനസിക പ്രശ്നമുണ്ടെന്ന്. പക്ഷേ അയാൾ അത്തരമൊരു കുറ്റസമ്മതം നടത്തി രംഗത്തെത്താനുള്ള കാരണം അയാളുടെ ജീവിതത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടാകുന്നു. അങ്ങനെ കുറ്റബോധം വേട്ടയാടിയപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും സമാനമാണ്. തനിക്ക് കുറ്റബോധം സഹിക്കാൻ കഴിയാതെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതിൻ്റെ മനോവിഷമം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അയാൾ തുറന്നു പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. കാരണം 10 വർഷത്തിനിടെ 100ഓളം പെൺകുട്ടികളും യുവതികളും കൊല്ലപ്പെട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പോലീസിന് മുൻപാകെ അത്തരം ഒരു പരാതി വരേണ്ടതല്ലേ? ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ കാണാനില്ലെങ്കിൽ, അവർ ഇത്രയും നാളുകളായി അവരെ കാണാനില്ല എന്ന് കുടുംബാംഗങ്ങളോ മറ്റോ പോലീസിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? അതോ പോലീസ് ആ കേസുകളൊക്കെ അന്ന് തേച്ചു മാച്ച് കളഞ്ഞതാണോ? അതെ ടോമെ, ആക്ഷൻ കമ്മിറ്റി സൂചിപ്പിക്കുന്നത് ഇത്തരം പരാതിയുമായി രംഗത്ത് വന്നാൽ അത് പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിരിക്കുന്നു. അതായത് ധർമ്മസ്ഥല പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ പോലീസിന് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ബെൽത്തങ്ങാടി കോടതിയിലേക്ക് എത്തിയത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഈ കോടതിയുടെ നിർദ്ദേശം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന SP-യെ നിർബന്ധിത അവധി 2 മാസത്തേക്ക് നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഗുരുതര ആരോപണമുണ്ട്. ഇതിൽ പ്രമുഖരായ ഉന്നതരായ വ്യക്തികളുണ്ട്, പണവും സ്വാധീനവുമുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ചോദ്യം ചെയ്താൽ അവരെയും കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അതായത് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളാണ് ഇത് പുറത്തേക്ക് വരേണ്ടത്. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ അത് വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ കൃത്യമായി എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാം, അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരു ഹൈക്കോടതി മുഖാന്തരം ഇത്തരത്തിലുള്ള ഒരു കേസും മുന്നോട്ട് പോകുന്നതും. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന സ്ഥലം അത് കുടിച്ച് പരിശോധിക്കാനാണ് ഇപ്പോൾ ഏതായാലും തീരുമാനം വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇതിന്റെ ചുരുളഴിയും. ഇതൊരു കെട്ടുകഥയാണോ അതല്ല ഇതിൽ വാസ്തവമുണ്ടോ എന്നൊക്കെ അറിയാൻ ഇനി വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴാഴ്ചയോട് കൂടി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാനുള്ള നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ്. അതിൽ ഏറ്റവും നിർണായകമാവുക കോടതിയുടെ ഇത് വിധി തന്നെയാണ്, കോടതി ഉത്തരവ് തന്നെയാണ്. കോടതി ഇന്ന് എന്തു പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് ടോമയിൽ ഏറ്റവും പ്രധാനം ഇത് ആരൊക്കെ ഇതിൽ കൊല്ലപ്പെട്ടു, എന്തിനാണ് ഇവർ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടത്, ഇത് ആരാണ് കൊല നടത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഇതിൽ ആരൊക്കെ പ്രമുഖരായവർ ഉൾപ്പെട്ടിട്ടുണ്ട്, അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഏതായാലും ഈ സൗജന്യയുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ സൗജന്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് യൂണിഫോമിലാണ് ഒരു പെൺകുട്ടി, +1 പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം കർണാടകയിൽ മുഴുവൻ ഉയർന്നിരുന്നു. അന്ന് ഈ പ്രതിഷേധം തണുപ്പിക്കാനാണ് അവിടെയുള്ള മാനസിക വൈകല്യമുള്ള ഒരാളുടെ പേരിൽ ഈ കേസ് കെട്ടി വെച്ചതും പിന്നീട് അയാൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതായത് അയാൾ താമസിച്ചിരുന്നത് മലമുകളിലാണ്. ആ ഷെഡ് ഈ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ സമീപം കൊണ്ടിടുകയും ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആക്ഷൻ കമ്മിറ്റി കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ മറ്റ് പലർക്കും പങ്കുണ്ട്, ഈ പെൺകുട്ടിയെ മറ്റാരോ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 100-ലധികം പേരെ ഇത്തരത്തിൽ കുഴിച്ച് മൂടിയതിൽ അധികവും ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്തവരാണ്. അത് മാത്രമല്ല യുവതികളാണ്. അതിക്രൂരമായ സൂചിപ്പിക്കുന്നതനുസരിച്ച് മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഇതിന് പിന്നിൽ പല ഉന്നതരുമുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തും. തനിക്ക് ഒരു സംരക്ഷണം നൽകിയാൽ, പോലീസ് സംരക്ഷണം നൽകിയാൽ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്താം, ആരാണ് കൊലപ്പെടുത്തിയതെന്ന് തുറന്നു പറയാം. പക്ഷേ ഇതുപോലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി പോലീസ് കാത്തു നിൽക്കുന്നത്? ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. കാരണം അത്രത്തോളം വലിയ ഒരു ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവത്തിൽ ഒരു കേസെടുത്തു എന്നത് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ഇനി പോലീസിന് ഇതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ശുചീകരണ തൊഴിലാളിക്ക് സംരക്ഷണം നൽകണം. ഇയാളെ ഇത്തരത്തിൽ ഇയാൾ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടത് അത് കണ്ടെത്തണം. അവിടെ കുഴിച്ച്
പരിശോധിക്കണം, മൃതദേഹ അവശിഷ്ടം അവിടെ ഉണ്ടോ എന്നറിയണം. അത്തരം കാര്യങ്ങളിലേക്ക് ഏതായാലും കടക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വർഷങ്ങളായുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ ചുരുളഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഏതായാലും ശുചീകരണ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലും ഇന്ന് കോടതിയുടെ തീരുമാനമുണ്ടാകും. ആ കേസുകളൊക്കെയാണ് ഇപ്പോൾ കോടതി ബെൽത്തങ്ങാടി കോടതി പരിഗണിക്കുന്നത്. നിലവിൽ ആ കേസ് ഇതുവരെ അതിലൊരു കോടതി ഉത്തരവ് വന്നിട്ടില്ല, അല്പസമയം മുമ്പ് വരെ. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അതിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വ്യാഴാഴ്ചയോടുകൂടി ഇയാളിപ്പോഴും ഈ ഒളിവിൽ തന്നെയാണുള്ളത്. ഇയാളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണുള്ളത്. എന്തായാലും ഇദ്ദേഹം ഇതിലൊരു സുരക്ഷ ഉണ്ടായാൽ മാത്രമേ ഇയാൾ പുറത്ത് കൃത്യമായി വന്ന് ഇത് കാട്ടിക്കൊടുക്കാൻ തയ്യാറാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളുടെ വെളിപ്പെടുത്തലിൽ ഇയാൾ പറയുന്നത് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ഇത്തരത്തിലൊരു ഗതി വന്നതോടുകൂടിയാണ് ഇയാൾക്ക് വലിയ മാനസാന്തരം ഉണ്ടായതും പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടുന്നതും. ഈ സൂപ്പർവൈസർമാർ ആർക്ക് വേണ്ടിയാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത്, അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉന്നതരായ സ്വാധീനമുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ജാഗ്രതയോടെയാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ, ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇത്രയും വർഷം ഇത്രയും അതിക്രൂരമായ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇത് മറച്ചുവെക്കാൻ സാധിച്ചത്. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ അത് കൃത്യമായി വിശ്വസിച്ച് ഇദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ ചൂണ്ടിക്കാട്ടി എവിടെയൊക്കെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് ആ സ്ഥലം അത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ നാൾവഴിയിലേക്ക് പോകാൻ പറ്റും. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ പറ്റും. സൂപ്പർവൈസർമാർ ഇപ്പോൾ കൃത്യമായി ഇദ്ദേഹത്തിന് അറിയാം. ആ സൂപ്പർവൈസർമാരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തെന്ന് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും. ഏതായാലും വരും ദിവസങ്ങളിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കായിരിക്കും ധർമ്മസ്ഥല സാക്ഷ്യം വഹിക്കുക. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നതും. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി വളരെ വൈകാതെ തന്നെ രംഗത്ത് വരും. പോലീസിന് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കും. അത്തരം നടപടികളിലേക്ക് കടക്കും. ഏതായാലും ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാകും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും.